ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഗ്രാമർ മിനിയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദി, ഈച്ച് ഓഫ് ദി, ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗ്രാമറിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വൺ ഓഫ് ദി, ഈച്ച് ഓഫ് ദി, ഇതിന് ശേഷം നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാവൂ? പ്ലൂറൽ നൗൺസ് മാത്രമേ യൂസ് ചെയ്യാവൂ. അതിന് ശേഷം ഉപയോഗിക്കുന്നത് നൗൺസ് എന്തായിരിക്കണം? പ്ലൂറൽ നൗൺസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദി കഴിഞ്ഞാൽ നമ്മൾ നൗൺ ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആയിരിക്കണം. ഈച്ച് ഓഫ് ദി കഴിഞ്ഞും നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺ ആയിരിക്കണം. ഓർത്തിരിക്കുക. എക്സാമ്പിൾ എന്താണ്? വൺ ഓഫ് ദ ബേർഡ്സ്. ബേർഡ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയല്ലോ. ഈച്ച് ഓഫ് ദ ബുക്സ്. ബുക്സ് അവിടെ പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ ഇറർ ഡിറ്റക്ഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു സെൻറ്റൻസിലെ ഇററൊക്കെ നോക്കുന്ന സമയത്ത് ഈ വൺ ഓഫ് ദി, ഈച്ച് ഓഫ് ദി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന നൗൺ പ്ലൂറലാണോ എന്ന് നോക്കുക. പ്ലൂറൽ അല്ല തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെയാണ് ഇറർ സംഭവിച്ചിരിക്കുന്നത്. ഗ്രാമാറ്റിക്കലി ആ സെൻറ്റൻസ് ഇററാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺ ഓഫ് ദി പ്ലസ് പ്ലൂറൽ നൗൺ, അതിനുശേഷം റിലേറ്റീവ് പ്രൊനൗൺസായ ഹൂ, വിച്ച്, ദാറ്റ് ഇവരൊക്കെ വരികയാണെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? വൺ ഓഫ് ദി കഴിഞ്ഞു, പ്ലൂറൽ നൗണിന് ശേഷം എന്തു വരുന്നു? റിലേറ്റീവ് പ്രൊനൗൺസ് ആയ ഹൂ, വിച്ച്, ദാറ്റ്. ഇവരുടെ മൂന്ന് പേരിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുപയോഗിക്കുക? അതിനുശേഷം വരുന്ന വെർബ് പ്ലൂറലായിട്ട് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഹി ഈസ് വൺ ഓഫ് ദ മെൻ ഹു തിങ്ക് ദാറ്റ് ദേ ക്യാൻ ഡു എനിത്തിങ്. നോക്കിക്കേ, ഹി ഈസ് വൺ ഓഫ് ദ മെൻ. വൺ ഓഫ് ദ കഴിഞ്ഞ് നമ്മൾ മെൻ ഉപയോഗിച്ചിരിക്കുന്നു. മെൻ എന്താണ്? പ്ലൂറൽ നൗണാണ്. അതിനുശേഷം എന്താ വന്നിരിക്കുന്നത്? ഹൂ, റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന തിങ്ക്. മനസ്സിലായോ? അതെന്താണ്? പ്ലൂറൽ വെർബാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? വൺ ഓഫ് ദ കഴിഞ്ഞ് പ്ലൂറൽ നൗണും ശേഷം റിലേറ്റീവ് പ്രൊനൗണായ ഹൂ, വിച്ച്, ദാറ്റ് വരികയാണെങ്കിൽ അതിന് ശേഷം എന്തുപയോഗിക്കുക? പ്ലൂറൽ നൗൺ ഉപയോഗിക്കുക. പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. ഇനി അങ്ങനെയല്ല, വേറൊരു കൺസെപ്റ്റ് എന്താ പറയുന്നത്? വൺ ഓഫ് ദ കഴിഞ്ഞ് പ്ലൂറൽ നൗണും കഴിഞ്ഞ് ഈ വിച്ച്, ഹൂ, ദാറ്റ് ഒന്നുമില്ല. അതായത് റിലേറ്റീവ് പ്രൊനൗൺസ് ആയ ഹൂ, വിച്ച്, ദാറ്റ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബായിരിക്കണം. ഓക്കെ, വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗണിന് ശേഷം വിച്ച്, ഹൂ, ദാറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. എക്സാമ്പിൾ എന്താണ്? വൺ ഓഫ് ഹർ ഡിസയേഴ്സ് ഈസ് ടു ബിക്കം എ ടീച്ചർ. വൺ ഓഫ് ഹർ ഡിസയേഴ്സ്, നൗൺ കണ്ടല്ലോ. നൗൺ എന്താണ്? പ്ലൂറലാണ്. ഈസ് ടു ബിക്കം, കണ്ടോ? ഈസ് ടു ബിക്കം. അവിടെ എന്താണ്? വെർബ് എന്തായി? സിംഗുലറായി. മനസ്സിലായില്ലേ? അപ്പം ഈ ഹൂ, വിച്ച്, ദാറ്റ് വരികയാണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഹൂ, വിച്ച്, ദാറ്റ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? സിംഗുലർ വെർബ് തന്നെ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. എന്താണ് എക്സെപ്ഷണൽ കേസ്? ഇനി വൺ ഓഫ് ദി അല്ല ഉപയോഗിക്കുന്നത്. വൺ ഓഫ് ദിക്ക് മുമ്പ് ഒരു ഒള്ളി ഉണ്ടെങ്കിൽ, ഒള്ളി വൺ ഓഫ് ദി ഉണ്ടെങ്കിൽ, ഒള്ളി വൺ ഓഫ് ദി പ്ലസ് അവിടെ ഉപയോഗിക്കേണ്ട പ്ലൂറൽ നൗൺ തന്നെയാണ്. അതിനുശേഷവും ഹൂ, വിച്ച്, ദാറ്റ് വരികയാണെങ്കിൽ അതിനുശേഷം നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ? സിംഗുലർ വെർബേ ഉപയോഗിക്കാം. ഓക്കെ, മനസ്സിലായോ? അതായത് വൺ ഓഫ് ദി അല്ല, ഒള്ളി വൺ ഓഫ് ദി ആണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. ഒള്ളി വൺ ഓഫ് ദി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം പ്ലൂറൽ നൗൺ തന്നെയാണ്. അതിനുശേഷം റിലേറ്റീവ് പ്രൊനൗൺസായ ഹൂ, വിച്ച്, ദാറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ ഉപയോഗിക്കാവൂ? സിംഗുലർ വെർബ് മാത്രമേ യൂസ് ചെയ്യാവൂ. അതേപോലെ ഒള്ളി വൺ ഓഫ് ദ പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് ഹൂ, വിച്ച്, ദാറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലോ അതിനുശേഷവും ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബായിരിക്കണം. മനസ്സിലായോ? ഇതാണ് ആ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒള്ളി വൺ ഓഫ് ദി വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം, എന്തായിരിക്കണം? ഹൂ, വിച്ച്, ദാറ്റ് വരികയാണെങ്കിലും അത് ഇല്ലാതെ വരികയാണെങ്കിലും എന്തുപയോഗിക്കുക? സിംഗുലർ വെർബ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഒള്ളി വൺ ഓഫ് ദി വന്നു കഴിഞ്ഞാൽ വെർബ് എന്തായിരിക്കും? സിംഗുലർ വെർബായിരിക്കും. ഓക്കെ, ഈ ഒരു 3 കൺസെപ്റ്റേ ഉള്ളൂ ഇതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് എന്താ? ഒള്ളി വൺ ഓഫ് ദി കഴിഞ്ഞ് ഹൂ വരുന്ന ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. ഒള്ളി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹൂ അപ്ലൈഡ് ഗോട്ട്
സ്കോളർഷിപ്പ്. ഓൺലി വൺ ഓഫ് ദി കഴിഞ്ഞ് സ്റ്റുഡൻസ് എന്താണ്, പ്ലൂറൽ നൗൺ ആണ്. അതിനുശേഷം ഹൂ വന്നിരിക്കുന്നു. അപ്ലൈഡ് ഗോട്ട് എന്താണ്, സ്കോളർഷിപ്പ്. അപ്ലൈഡ് എന്ത് വന്നിരിക്കുന്നു, അപ്ലൈഡ് ഗോട്ട് സിംഗുലാർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അതിനുശേഷം ഒൺലി ഒരു എക്സാമ്പിൾ കൊണ്ട് അത് നിങ്ങൾ നോക്കുക. ഒൺലി വൺ ഓഫ് ദ പ്ലസ് വിച്ച് വന്നാലോ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒൺലി വൺ ഓഫ് ദ ബുക്സ്, അവിടെ വിച്ച് ഉപയോഗിക്കാം, ദാറ്റ് ഉപയോഗിക്കാം. വിച്ച് ഓർ ദാറ്റ് ഐ റെഡ് വാസ് ഇൻട്രസ്റ്റിംഗ്. വാസ് വന്ന് കണ്ടോ, വാസ് ഇൻട്രസ്റ്റിംഗ്. മനസ്സിലായോ? അവിടെ എന്ത് വരുന്നുണ്ട്, സിംഗുലാർ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ഓൺലി വൺ ഓഫ് ദി വരുമ്പോൾ അവിടെ സിംഗുലാർ വെർബ് റെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ദാറ്റ് വരുന്ന കേസോ, ഓൺലി വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ വാണ്ടഡ് വാസ് അവൈലബിൾ. മനസ്സിലായോ? അപ്പോൾ ഓൺലി വൺ ഓഫ് ദി വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കുക, സിംഗുലാർ വെർബ് ഉപയോഗിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നോക്കാം, വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ എന്താ, ഓൺലി വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ ഓൺലി വൺ ഓഫ് ദിക്ക് ശേഷം എന്ത് പ്ലൂറൽ നൗണും ശേഷം ഹൂവോ വിച്ചോ വാട്ടോ ഒന്നുമില്ല. ഹൂ വിച്ച് ദാറ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് റിലേറ്റീവ് പ്രൊണൗൺസ് ഇല്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൺ ഓഫ് ദി അല്ല, ഓൺലി വൺ ഓഫ് ദി ആണ്. ഓൺലി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. കണ്ടോ, അവിടെയും സിംഗുലാർ വെർബ് തന്നെ യൂസ് ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ ഓൺലി വൺ ഓഫ് ദി വരുന്ന കേസുകളിൽ ഒരു എക്സെപ്ഷണൽ കേസായി മാറും. അവിടെ നമ്മൾ സിംഗുലാർ വെർബ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.